നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ചുകൂടെ ഒന്ന് ലിഫ്റ്റ് ചെയ്താൽ ഈ കുട്ടികളൊന്നും പുറത്തു പോകില്ല. അവിടെ പോയി എന്താ പഠിക്കാൻ പോകുന്നത്? ഇവിടെ നമുക്ക് അതേ എഡ്യൂക്കേഷൻ ഇവിടെ കൊടുക്കാൻ പറ്റിയാൽ. അതെ. കാര്യം ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, നമുക്കിപ്പോൾ IIT പഠിക്കുന്ന സബ്ജക്റ്റാണ് ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിപ്പിച്ചൂടെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. IIMൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റാണ് ഇവിടെ മാനേജ്മെൻറ്റ് സ്കൂളിൽ പഠിപ്പിച്ചൂടെ? എന്തിനാ അവിടെ പോയി പഠിക്കണം? ഓക്കെ, ബ്രാൻഡുണ്ട് IIT, IIM എന്നുള്ള. പക്ഷെ സബ്ജക്റ്റ് സെയിം ആണെങ്കിൽ ഞാൻ എൻ്റെ നോളജ് അവർക്ക് ഒപ്പം എത്തുവാണ്. അപ്പോൾ എനിക്ക് ആ ഒപ്പം എത്തുമ്പം ഈ നോളജ് യൂസ് ചെയ്യാനുള്ള ഒരു അവന്യൂ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ശരിയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പം ബിൽഡിംഗ് റൂൾസ് നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വന്നപ്പോൾ എന്ത് പറ്റി? IT ബിൽഡിങ്സിൻ്റെ ഒരു വരവ് വരും. ഓക്കെ. IT ബിൽഡിങ്സ് നല്ല രീതിയിൽ, കാരണം ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉണ്ടാക്കുന്നത് IT ആണ്. കഴിഞ്ഞ ദിവസം ടെക്നോപാർക്ക് CEO അറിയിച്ചു, ഒരു ദുബായ് ബേസ് കമ്പനി 1000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു 1000 കോടി രൂപ 1000 കോടി ഇൻവെസ്റ്റ് ചെയ്യുക. 10 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഇവിടെ പണിയാണ്. ഓക്കെ. അപ്പോൾ ആ 10 ലക്ഷം സ്ക്വയർ ഫീറ്റ് പണിയുമ്പോൾ 5000 പേർക്കുള്ള ജോലി വരുവാണ്. യെസ്. അപ്പോൾ അവരിവിടെ വരാനുള്ള സാധ്യത കൂടുന്നത് എന്തുകൊണ്ട്? കാര്യം നമ്മൾ കണക്ടിവിറ്റി ഉണ്ട്, എക്കോ സിസ്റ്റം എല്ലാം ബെറ്ററാണ്. അതെ. തിരുവനന്തപുരത്ത് മതി, അവർക്ക് കൊച്ചിയിലൊന്നും പോകണമെന്ന് അവർ പറഞ്ഞില്ല. അതേപോലെ എല്ലാ IT ബിൽഡിങ്സും വരാൻ തുടങ്ങി. ഇപ്പോൾ ഈ ITയുടെ ഇപ്പം വ്യവസ്ഥയിൽ ഇളവ് വരുത്തിയ സ്ഥിതിക്ക് IT ബിൽഡിങ്സ് വരും. അപ്പോൾ IT ബിൽഡിങ്സ് വരുമ്പം 2 കാറ്റഗറി ആൾക്കാർ, പുതിയ കുട്ടികൾക്ക് ജോലി കിട്ടുന്നു. നമ്മളെ കുട്ടികൾ അന്യ സംസ്ഥാനത്തോ അന്യ രാജ്യത്തുണ്ട്, തിരിച്ചു വരാനുള്ള സാധ്യത കൂടുന്നു. പാരൻസ് മൊത്തം കാത്തിരിക്കുന്നത് അതാണ്. അതെ. കാര്യം അന്യ സംസ്ഥാന കുട്ടികൾ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ ആമസോൺ ഉണ്ട്, അവർ ആമസോൺ ബാംഗ്ലൂർ വർക്ക്, ആമസോൺ ഇവിടെ വരുവാണെങ്കിൽ ആ കുട്ടികൾ തിരിച്ചിവിടെ തന്നെ വരും. വീടിൻ്റെ അടുത്താണ്, കോസ്റ്റ് ഓഫ് ലിവിങ് കുറവാണ്, പിന്നെ അവരുടെ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഇപ്പോൾ ഇവിടെ ഉണ്ട്. മോളായാലും മൾട്ടിപ്ലക്സ് ആയാലും എല്ലാം ഉണ്ടല്ലോ. അപ്പം IT ബിൽഡിങ്സ് കൂടുമ്പോൾ നമുക്ക് റിവേഴ്സ് മൈഗ്രേഷൻ വരും. ഓക്കെ, സംശയമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ സാലറി ലെവൽസൊക്കെ നല്ല ലെവലാണ്. കാരണം ഇൻകം ടാക്സ് ലിമിറ്റ് പോലും ഈ ഏപ്രിൽ മുതൽ 12,70,000 രൂപ വരെ ലിമിറ്റാക്കി. അതെ. അപ്പം എന്ന് കഴിഞ്ഞാൽ ആവറേജ് നമ്മൾ നോക്കി ഒരാൾക്ക് 1 ലക്ഷം, മേ ബി യു ക്യാൻ സേ 1 lakh റുപ്പീസ് വെച്ച് എടുത്താൽ പോലും ശമ്പളത്തിന് ടാക്സ് കൊടുക്കേണ്ടി വരില്ല. അപ്പം ഭാര്യയും ഭർത്താവും ഇവിടെ വന്ന് വർക്ക് ചെയ്യുമ്പോൾ 2 ലക്ഷം രൂപ വെച്ച് കിട്ടുന്നു, കൊടുക്കണ്ട. അതെ. അപ്പോൾ അവർ പുറത്തുനിന്ന് ഇവിടെ വരുമ്പോൾ അവിടെ അന്യ രാജ്യത്ത് അവർ ടാക്സ് കൊടുക്കുന്നു. കുറച്ചുകൂടെ രീതിയിൽ ടൂറിസം നല്ല രീതിയിൽ റിലാക്സ് റൂൾസ് കൊണ്ടുവന്ന ഇപ്പോൾ തിരുവനന്തപുരത്ത് പോലും ഇപ്പോൾ നമ്മൾ പരിശോധിച്ച് 8 5 സ്റ്റാർ ഹോട്ടലാണ് തിരുവനന്തപുരത്ത് വരുന്നത്. ഓക്കെ, 8 എണ്ണം വരുവാണ് പുതിയതായിട്ട്. 8 5 സ്റ്റാർ ഹോട്ടലിൽ വരുമ്പം തന്നെ ടൂറിസം വളർച്ച വരുന്നു ഇല്ലേ? അതേപോലെ ITയുടെ ഭാഗം നോക്കുന്നു. വിഴിഞ്ഞം 2ാം ഘട്ടത്തിന് പണി തുടങ്ങി. അവിടെ വെയർ ഹൗസിങ്ങും ലോജിസ്റ്റിക്സും നല്ല രീതിയിൽ വരും. അപ്പം നമ്മൾ നോക്കുമ്പം ജോബ് ഓപ്പർച്യൂണിറ്റി കൂടുന്നു. തൊട്ടപ്പുറത്ത് നമ്മളിവിടുന്ന് 30 കിലോമീറ്റർ അപ്പുറത്ത് തമിഴ്നാട് 5000 ഏക്കർ എടുത്തിട്ടിരിക്കുക. ഓക്കെ. അപ്പോൾ അവിടെ വൻ പദ്ധതി അവിടെ വരും. കാരണം നമുക്ക് ലാൻഡില്ല. അപ്പോൾ വലിയൊരു കാർ ഫാക്ടറി ആയാലും ശരി, അസംബ്ലി പ്ലാന്റ് ആയാലും ശരി, ഏത് കമ്പനീസ് അവിടെ വന്നാലും കുട്ടികൾ എവിടെ നിന്ന് പോകാൻ പോകുന്നത്? തിരുവനന്തപുരത്തിന് ഇവിടുന്ന് പോയി യാത്ര ചെയ്ത് 30 കിലോമീറ്റർ പോയി ജോലി ചെയ്തിട്ട് തിരിച്ചു വരും. അപ്പം എല്ലാ രീതിയിലും കുട്ടികൾ ഇനി എനിക്ക് തോന്നുന്നു വേറെ ജോലി നോക്കേണ്ട കാലം തീരാറായി. കാര്യം ഇവിടെ തന്നെ ഉണ്ട്. പ്ലസ് വിഴിഞ്ഞത്ത് ബ്ലൂ ഇക്കണോമി വന്നാലും ബ്ലൂ ഇക്കണോമിയാണ്. പക്ഷെ ബ്ലൂ ഇക്കണോമി വരുമ്പം ബ്ലൂ ഇക്കണോമിക്കുള്ള ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ടെങ്കിൽ പോലും നമുക്കുള്ള ലാൻഡിൻ്റെ ലഭ്യത കുറവുണ്ട്. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ലാൻഡ് ലഭ്യത ഉള്ളതുകൊണ്ടും വലിയ വലിയ പദ്ധതികൾ മദ്രാസിൽ പോകുന്നതും വെല്ലൂരിൽ പോകുന്ന പദ്ധതി ഇപ്പം നേരെ ബോർഡറിൻ്റെ അപ്പുറം തിരുനെൽവേലിയും തൊട്ടപ്പുറത്ത് തൂത്തുക്കുടിയിൽ വരുവാണ്. അതെ. ഇപ്പോൾ ഇവിടുന്ന് പോയി അവിടെ എത്താനായിട്ട് ഇന്നത്തെ ഈ റോഡിൻ്റെ സാഹചര്യം വെച്ച് നോക്കുമ്പം 1 മണിക്കൂറിൻ്റെ അകത്ത് അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന കാര്യമേ ഉള്ളൂ.